നമസ്കാരം. കുട്ടികളുടെ ജീവിത വിജയത്തിന് ഒറ്റമൂലി, അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒറ്റമൂലി എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും അത് എന്തെങ്കിലും ആയുർവേദ മരുന്നോ ഇംഗ്ലീഷ് മരുന്നോ ആണെന്ന്. അതൊന്നുമല്ല. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ നിരന്തരമായി സമയം കളയാതെ പഠിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഒറ്റമൂലി. ജീവിത വിജയം നേടിയ എല്ലാ കുട്ടികളെ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ അവരുടെ ഒക്കെ ജീവിതത്തിന് പിന്നിൽ നിരന്തരമായ പ്രയത്നമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് കരുതി LKG മുതൽ നിങ്ങൾ പ്രയത്നിക്കണമെന്നില്ല. നിങ്ങൾ പ്രയത്നിക്കേണ്ട സമയം 10ാം ക്ലാസ് മുതൽ 10, 11, 12, പിന്നെ ഏത് മേഖലയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ മേഖലയിൽ പ്രഗത്ഭരാകുക. ജീവിത വിജയം സുനിശ്ചിതമാണ്. മിടുക്കരായ പല വിദ്യാർത്ഥികളും അവരുടെ കുടുംബത്തിലെ പരാധീനതകൾ കാരണം പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മരണം, രോഗങ്ങൾ, ഇതൊക്കെ മൂലം അവരുടെ പഠിപ്പിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവർ എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് മാറണമെങ്കിൽ വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത് എന്ത് പ്രതിസന്ധി ഘട്ടമുണ്ടെങ്കിലും 10, 11, 12 നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷണൽ മേഖലകളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. നമ്മളെ മറ്റുള്ള സാമ്പത്തികമോ രോഗങ്ങളോ മരണങ്ങളോ മദ്യമോ മയക്കുമരുന്നോ ഒന്നും സ്വാധീനിക്കാതെ ഞാൻ മുന്നേറുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തോടെ മുന്നേറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പ്രതിവിധി. അതിന് മാതാപിതാക്കൾ അവരുടെ കൂട്ടത്തിൽ കട്ട സപ്പോർട്ടോടുകൂടി നിൽക്കുക എന്നുള്ളതാണ്. ഈ എപ്പിസോഡ് ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു സപ്പോർട്ട് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഇല്ലെങ്കിൽ കൂടെയും ലക്ഷ്യം മുന്നിൽ വെച്ച് മുന്നേറിയാൽ ഈ സമൂഹം ഒറ്റക്കെട്ടായി നിങ്ങളുടെ പിറകിൽ ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാകാൻ കൂടിയാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിങ്ങൾക്ക് മുന്നേറാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമൂഹം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. അത് ഈ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഇന്ന് ലക്ഷ്യം പ്രാപിക്കുന്നവർ പലരും കഴിവുള്ളവർ അല്ല എന്നുള്ളതാണ് സത്യം. ചിലർ സംവരണം വഴിയും മറ്റു ചിലർ അധികാര വഴിയും മറ്റു ചിലർ മതാധിപത്യം വഴിയും ഒക്കെയാണ് ഉന്നത പദവികളിലൊക്കെ എത്തിച്ചേരുന്നത്. മെറിറ്റ് വഴി എത്തിച്ചേരുന്നവർ വളരെ തുച്ഛമാണ്. അങ്ങനെ മെറിറ്റ് വഴി എത്തിച്ചേരുന്നവരോ ഒരു സാധാരണപ്പെട്ടവൻ മെറിറ്റിലൂടെ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ അത് ഭയങ്കര വാർത്തയായി മാറുകയാണ്. കാരണം അത് വിരളമായതുകൊണ്ടാണ്. അത് വിരളമാക്കാതെ എല്ലാ വിദ്യാർത്ഥികളും എന്നെ ശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലക്ഷ്യം വെക്കണം. എല്ലാ മെറിറ്റുള്ളവർ വന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റണം. സംവരണം വഴിയും അധികാരം വഴിയും മതാധിപത്യം വഴിയും കടന്നു വരുന്നവർ നമ്മുടെ സമൂഹത്തിന് നല്ല വഴികൾ കാണിക്കുകയില്ല. അവർ തെറ്റായ വഴികളിലൂടെയെല്ലാം നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ സമൂഹം വഴിതെറ്റി സമൂഹം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ സാമ്പത്തിക അരിഷ്ടിതാവസ്ഥയ്ക്കോ കുടുംബത്തിലെ രോഗങ്ങളോ അസ്വസ്ഥതകൾക്കോ ഒന്നും വകവയ്ക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുക. ആ അങ്ങനെ കുതിച്ചുയർന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ വിജയമുണ്ടായിരിക്കും. അതാണ് ജീവിത വിജയത്തിൻ്റെ ഒറ്റമൂല്യം. നമസ്കാരം.